നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ തേജസ് വിചാരിച്ചാൽ, ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ നാളുകളിലെ, ഈ സീസണുകളിലെ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവസഭയെ, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ ഷെക്കേന, ദൈവത്തിൻ്റെ തേജസ്, നമ്മുടെ കാത്തിരിപ്പ്, നമ്മുടെ ആശയും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നാം ഇതുവരെ കാണാത്ത, നാം ഇതുവരെ അനുഭവിക്കാത്ത, നാം എല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ തേജസ് ഒക്കെ അനുഭവിച്ച് അവനെ ആരാധിച്ചും ശുശ്രൂഷിച്ചും മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇതുവരെ നാം അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വെളിപ്പെടുവാനുണ്ട്. അത് വിചാരിച്ചാൽ ഈ കാലത്തിൽ, ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതു കഷ്ടതയേക്കാൾ, ഏതു നിരൂപണങ്ങളെക്കാൾ, ഏതു വിമർശനങ്ങളെക്കാൾ, ഏതു വിധത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളെക്കാൾ വലുതാണ് സകലത്തെയും ഉളവാക്കിയവൻ നമ്മുടെ മേൽ പകരുന്ന അവൻ്റെ തേജസ്.